സ്നേഹമുള്ളവരെ, ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ എവിടെയായിരുന്നാലും എന്ത് ചെയ്യുന്നതിനിടയിലായിരുന്നാലും ഒരു നിമിഷം നിൽക്കൂ. ഈ വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ പേരെനിക്കറിയില്ല, നിങ്ങളുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ നിമിഷം നിങ്ങളിവിടെ എത്തിയത് യാദൃശ്ചികമല്ല. ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഒരുപക്ഷെ രാവിലെ ഉണർന്നപ്പോൾ ഒരു ഭാരം തോന്നിയിട്ടുണ്ടാകാം. ഇന്നത്തെ ദിവസത്തെക്കുറിച്ചൊരു ആശങ്ക, എന്തോ ഒരു മടി, എന്തോ ഒരു ക്ഷീണം. ഇന്നലെ കിടന്നുറങ്ങിയതാണ്, പക്ഷേ ഉറക്കത്തിൽ വിശ്രമം കിട്ടിയില്ല. ശരീരം കിടന്നു, മനസ്സ് കിടന്നില്ല. അത് സാരമില്ല, അത് മനുഷ്യരായതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ പ്രഭാതത്തിൽ ആയിരങ്ങൾ ഇതേ ഭാരം ചുമക്കുന്നു. ആയിരങ്ങൾ ഇതേ ചോദ്യം ചോദിക്കുന്നു. ഇന്ന് ഞാൻ എങ്ങനെ നേരിടും? എനിക്ക് ശക്തിയുണ്ടോ? എനിക്ക് കഴിയുമോ? ആ ചോദ്യങ്ങൾ തെറ്റല്ല, ആ ചോദ്യങ്ങൾ ദുർബലതയല്ല. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ശ്വാസമെടുക്കൂ, പതുക്കെ, ആഴത്തിൽ. ഒന്നും തീരുമാനിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. ഈ നിമിഷം ഇവിടെ ഇരിക്കൂ. ദൈവം അടുത്തുണ്ട്. ഓരോ ദിവസവും പ്രഭാതം വരുന്നു, സൂര്യൻ ഉദിക്കുന്നു, പക്ഷികൾ പാടുന്നു, ലോകമുണരുന്നു. പക്ഷേ ചിലപ്പോൾ ലോകമുണരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഇരുട്ട് ബാക്കിയാകുന്നു. പുറത്ത് വെളിച്ചം, അകത്ത് മൂടൽമഞ്ഞ്. സൂര്യൻ ജനലിലൂടെ വീഴുന്നു, പക്ഷേ ഹൃദയത്തിലെത്തുന്നില്ല. ഇന്ന് എന്ത് ചെയ്യണം എന്ന ആശങ്ക, ജോലിയിലെ സമ്മർദ്ദം, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, മക്കളുടെ ഭാവി, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയം, പണത്തെക്കുറിച്ചുള്ള ആശങ്ക, പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ, ആരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത ചില വേദനകൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ദൈവമല്ല, ആശങ്കകളാണ്. അടുത്ത മീറ്റിംഗ്, അടുത്ത ബിൽ, അടുത്ത ടെസ്റ്റ് റിസൾട്ട്, അടുത്ത ഫോൺ കോൾ. ഒന്ന് കഴിയുമ്പോൾ അടുത്തത്, ഒന്ന് തീരുമ്പോൾ അടുത്തത്. അവസാനിക്കാത്തൊരു നിര, ഒരു ഓട്ടം, ഒരു ഭാരം. ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിലോ ട്രെയിനിലോ ഇരിക്കുമ്പോൾ ഒരു ഭയം, ഒരു അപകടമുണ്ടായാലോ. ചിലപ്പോൾ വാർത്തകൾ കാണുമ്പോൾ, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥത. എൻ്റെ കുടുംബത്തിനൊന്നും സംഭവിക്കരുതേ, എൻ്റെ മക്കൾക്കൊന്നും വരുതേ. ഈ ഭയങ്ങളൊന്നും തെറ്റല്ല, ഈ ആശങ്കകളൊന്നും പാപമല്ല. ഇത് സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ്, ഇത് ജീവിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ ഭാരങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചുമക്കാനുള്ളതല്ല. അതാണ് ഇന്ന് നമ്മൾ ഓർക്കേണ്ടത്. ഇനിയൊരു കാര്യം പറയാം, ഇത് ഉപദേശമല്ല, ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും കാണാൻ കഴിയുന്നതല്ല. ചിലപ്പോൾ ഒന്നും സംഭവിക്കാതെ ഒരു ദിവസം കടന്നു പോകുന്നു. ഒരു അപകടവുമില്ല, ഒരു ദുഃഖവുമില്ല, ഒരു പ്രശ്നവുമില്ല. നാം അത് സാധാരണമായി കരുതുന്നു. പക്ഷേ അത് സാധാരണമല്ല, അത് സംരക്ഷണമാണ്. ഒന്നും സംഭവിക്കാതെ പോകുന്നതും ദൈവത്തിൻ്റെ കൈയുടെ പ്രവൃത്തിയാണ്. നിങ്ങളിന്ന് രാവിലെ ഉണർന്നു, അതൊരു സമ്മാനമാണ്. ശ്വാസമുണ്ട്, ഹൃദയം മിടിക്കുന്നു, ശരീരം ചലിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ കരുണയാണ്, ഇത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. നാം കാണാതെ അറിയാതെ ദൈവം നൂറുകണക്കിന് അപകടങ്ങളിൽ നിന്ന് നമ്മെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കറിയില്ല, നാം കാണുന്നില്ല, പക്ഷേ ദൈവം അത് ചെയ്തു. ദൈവം നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ പോകുന്ന വഴിയിൽ, നിങ്ങൾ എത്തുന്നതിന് മുന്നേ ദൈവം അവിടെയുണ്ട്. ദൈവം നിങ്ങളുടെ പിന്നിലുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ, പഴയ വേദനകൾ, ആ ഓർമ്മകൾ, അവയിൽ നിന്ന് ദൈവം നിങ്ങളെ മറയ്ക്കുന്നു. ദൈവം നിങ്ങളുടെ ചുറ്റിലുമുണ്ട്, ഒരു മതിൽ പോലെ, ഒരു കോട്ട പോലെ. കാണാൻ കഴിയില്ല, പക്ഷേ ഉണ്ട്. തൊടാൻ കഴിയില്ല, പക്ഷേ ഉണ്ട്. ഈ ഉറപ്പൊരിക്കൽ കേട്ടാൽ പോരാ, ആവർത്തിച്ചോർക്കണം. ദൈവം കാത്തു സൂക്ഷിക്കുന്നു, ദൈവം കാത്തു സൂക്ഷിക്കുന്നു, ദൈവം കാത്തു സൂക്ഷിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകത്തിലൊരു ഭാഗമുണ്ട്, 3-ാം അധ്യായം 22 23 വാക്യങ്ങൾ. യഹോവയുടെ ദയ നിലയ്ക്കാത്തതാണ്, അവൻ്റെ കരുണ തീരാത്തതാണ്. അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്, അവൻ്റെ വിശ്വസ്തത വലിയതാണ്. ഒരു നിമിഷം ഈ വാക്കുകൾ ഉള്ളിൽ പിടിക്കൂ. ഓരോ പ്രഭാതത്തിലും പുതിയത്. ഓരോ രാവിലെയും ദൈവത്തിൻ്റെ കരുണ പുതുതായി വരുന്നു. ഇന്നലത്തെ കരുണയല്ല, ഇന്നലത്തെ ബാക്കിയല്ല, പുതിയത്, തികച്ചും പുതിയത്. ഇന്ന് രാവിലെ നിങ്ങൾ കണ്ണു തുറന്നപ്പോൾ ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് വേണ്ടി പുതുതായി ഒരുക്കിയിരുന്നു. ഒരു ദൃശ്യം സങ്കല്പിക്കൂ. പ്രഭാതം, ഇരുട്ട് മാറുന്നു, ആകാശത്ത് ആദ്യത്തെ വെളിച്ചം വരുന്നു,
മഞ്ഞ് പുല്ലിൽ തിളങ്ങുന്നു. ലോകം ശാന്തമാണ്. പക്ഷികൾ ഇതുവരെ പാടിയിട്ടില്ല. കാറ്റിതുവരെ ശക്തമായിട്ടില്ല. ആ ശാന്തമായ നിമിഷത്തിൽ ദൈവം നിങ്ങളെ നോക്കുന്നു. നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ദൈവം ഉണർന്നിരുന്നു. നിങ്ങൾ കണ്ണടച്ചപ്പോൾ ദൈവം കണ്ണടച്ചില്ല. നിങ്ങളുടെ ഉറക്കം ദൈവത്തിൻ്റെ കാവലിലായിരുന്നു. ഇപ്പോൾ പ്രഭാതം വന്നു. ദൈവം പറയുന്നു, ഇന്നത്തേക്ക് വേണ്ട കരുണ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലത്തെ ദുഃഖത്തിൻ്റെ ബാക്കിയല്ല ഇന്ന് പുതിയതാണ്. ഇന്ന് ദൈവത്തിൻ്റെ കരുണ പുതുതായി ഒഴുകുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ദയ പുതുതായി ആരംഭിക്കുന്നു. ആ ദൃശ്യം വീണ്ടും കാണും. വെളിച്ചം വരുന്നു. ഇരുട്ട് മാറുന്നു. ദൈവം അടുത്ത് നിൽക്കുന്നു. ഒരു വാക്കും പറയുന്നില്ല. പക്ഷേ അവൻ്റെ സാന്നിധ്യം ഒരു ഉറപ്പാണ്. ഒരു ചൂടുള്ള കൈ, ഒരു ശാന്തമായ നോട്ടം, ഒരു പതുക്കെയുള്ള മന്ദഹാസം. അവൻ നിങ്ങളെ നോക്കി പറയുന്നു, എൻ്റെ കരുണ പുതിയതാണ്. ഇന്ന് പുതിയതാണ്. ഭയപ്പെടേണ്ട. കുടുംബത്തെക്കുറിച്ചൊരു വാക്ക് പറയാം. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും, ഒരുപക്ഷെ മമക്കൾ, ഒരുപക്ഷെ വയസ്സായ മാതാപിതാക്കൾ, ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കാണ്. ആരായാലും നിങ്ങളുടെ ഹൃദയത്തിൽ ആരുടെയെങ്കിലും മുഖമുണ്ട്, ആരുടെയെങ്കിലും പേരുണ്ട്. ആ മനുഷ്യരെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്. മക്കളുടെ പഠനം, മക്കളുടെ ആരോഗ്യം, മക്കളുടെ ഭാവി. അവർ ശരിയായ വഴിയിൽ പോകുമോ? അവരെ ലോകം വേദനിപ്പിക്കുമോ? അവർ സന്തോഷമായിരിക്കുമോ? ഈ ചോദ്യങ്ങൾ ഒരമ്മയുടെ ഉള്ളിൽ, ഒരച്ഛൻ്റെ ഉള്ളിൽ രാവും പകലും കിടക്കുന്നു. ഭർത്താവിൻ്റെ ജോലി, ഭാര്യയുടെ ആരോഗ്യം, അമ്മയുടെ വാർദ്ധക്യം, അച്ഛൻ്റെ ക്ഷീണം, സഹോദരനോടുള്ള അകൽച്ച, സുഹൃത്തു നഷ്ടപ്പെട്ട വേദന. ഇവയെല്ലാം ചുമലിലിരിക്കുന്നു. ഒരു ഭാരം, ഒരു വലിയ ഭാരം. ജോലിസ്ഥലത്ത് ആരോടും പറയാൻ കഴിയാത്ത സമ്മർദ്ദം, യാത്ര ചെയ്യുമ്പോൾ ഉള്ളിലോടുന്ന ഭയം, വാർത്തകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥ. ഇതെല്ലാമുള്ള ദിവസങ്ങളിൽ പ്രഭാതം ഒരു സമ്മാനം പോലെ തോന്നുകയല്ല, ഒരു ഭാരം പോലെ തോന്നുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം ദൈവത്തിനറിയാം. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ അറിയുന്നതിനേക്കാൾ ആഴത്തിൽ ദൈവം നിങ്ങളെ അറിയുന്നു. നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ ഭയങ്ങൾ, നിങ്ങളുടെ ആശങ്കകൾ, ഇവയെല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ, ഈ നിമിഷം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, പതുക്കെ, ശാന്തമായി. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞാൻ നിൻ്റെ മുന്നിൽ വരുന്നു. ഒരു വലിയ വിശ്വാസത്തോടെയല്ല, ചെറിയൊരു പ്രത്യാശയോടെ. ഒരു ചെറിയ പ്രകാശം മതി ഇരുട്ട് മാറാൻ. ഒരു ചെറിയ കരുണ മതി ഈ ദിവസം തുടങ്ങാൻ. എൻ്റെ ഉള്ളിലെ ക്ഷീണം നിനക്കറിയാം. രാത്രി ഉറങ്ങിയെങ്കിലും ഉറക്കം വരാതിരുന്ന ആ നേരങ്ങൾ നിനക്കറിയാം. ഇന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ആ നിമിഷം നിനക്കറിയാം. കർത്താവെ, ഞാൻ എന്നെ തന്നെ നിൻ്റെ കൈകളിൽ വയ്ക്കുന്നു. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ഭയങ്ങൾ, എൻ്റെ പ്രതീക്ഷകൾ, എൻ്റെ ദിവസം, ഞാനിന്ന് പോകുന്ന വഴികൾ, ഞാനിന്ന് കാണുന്ന മനുഷ്യർ, ഞാനിന്ന് പറയുന്ന വാക്കുകൾ, ഞാനിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതെല്ലാം നിൻ്റെ കൈകളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കണേ. എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മക്കളെ, എൻ്റെ അമ്മയെ, എൻ്റെ അച്ഛനെ, എന്നോടടുത്ത ഓരോ മനുഷ്യനെയും. അവരുടെ ആരോഗ്യം കാക്കണേ. അവരുടെ വഴികൾ നേരെയാക്കണേ. അവരുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കണേ. എൻ്റെ മക്കൾ ഇന്ന് പോകുന്ന വഴിയിൽ നിൻ്റെ കൈ ഉണ്ടാകട്ടെ. അവരുടെ സ്കൂളിൽ, അവരുടെ കൂട്ടുകാർക്കിടയിൽ, അവരുടെ തീരുമാനങ്ങളിൽ നീ അവരോടൊപ്പം ഉണ്ടാകട്ടെ. ഞാനില്ലാത്ത നേരത്തും നീ ഉണ്ടാകട്ടെ. കർത്താവെ, ഇന്ന് സംഭവിക്കാതെ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉണ്ടാകാതെ പോകുന്ന അപകടങ്ങൾക്ക് വേണ്ടി, വരാതെ പോകുന്ന രോഗങ്ങൾക്ക് വേണ്ടി, സംഭവിക്കാതെ പോകുന്ന ദുഃഖങ്ങൾക്ക് വേണ്ടി. ഞങ്ങളറിയാത്ത അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിക്കണേ. ഞങ്ങൾ കാണാത്ത കെണികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ മറയ്ക്കണേ. ഒന്നും സംഭവിക്കാതെ ഒരു ദിവസം കടന്നു പോകുമ്പോൾ അത് നിൻ്റെ കരുണയാണ്, അത് നിൻ്റെ സംരക്ഷണമാണ്. അതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, ഇനി ഞാൻ പേര് പറയാൻ കഴിയാത്ത ഭയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. അതെന്താണെന്ന് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. പക്ഷേ അതുണ്ട്. ഒരു ഇരുട്ടുപോലെ, ഒരു നിഴൽ പോലെ. ചിലപ്പോൾ ഉറക്കത്തിൽ വരുന്നു, ചിലപ്പോൾ ജോലിക്കിടയിൽ വരുന്നു, ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വരുന്നു. എന്താണെന്ന് ആർക്കും വിശദീകരിക്കാൻ കഴിയാത്തൊരു ഭാരം. കർത്താവെ, ആ ഭയം നിനക്കറിയാം. അതിൻ്റെ പേര് നിനക്കറിയാം. എനിക്കറിയാത്ത ഭയങ്ങൾ പോലും നിൻ്റെ കൈകളിൽ ഞാൻ വയ്ക്കുന്നു. കാരണം എനിക്ക് മനസ്സിലാകാത്തത് നിനക്ക് മനസ്സിലാകും.
എനിക്ക് ചുമക്കാൻ കഴിയാത്തത് നിനക്ക് ചുമക്കാൻ കഴിയും. എൻ്റെ ശ്വാസത്തെ കാക്കണേ, എൻ്റെ ഹൃദയമിടിപ്പിനെ കാക്കണേ, എൻ്റെ യാത്രകളെ കാക്കണേ, എൻ്റെ ഉറക്കത്തെ കാക്കണേ, എൻ്റെ ഉണർവിനെ കാക്കണേ, എൻ്റെ വാക്കുകളെ കാക്കണേ, എൻ്റെ മൗനത്തെ കാക്കണേ. ഇന്ന് ഞാൻ കാണുന്ന ഓരോ മനുഷ്യനോടും ദയയോടെ പെരുമാറാൻ കൃപ തരണേ. ഇന്ന് ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും ജ്ഞാനം തരണേ. ഇന്ന് ഞാൻ നേരിടുന്ന ഓരോ പ്രയാസത്തിലും ക്ഷമ തരണേ. ഇന്ന് ഞാൻ നടക്കുന്ന ഓരോ ചുവടും നിൻ്റെ കൈപിടിച്ചായിരിക്കട്ടെ. ഓരോ പ്രഭാതവും പുതിയ കരുണയാണ്. ഓരോ ദിവസവും പുതിയ അവസരമാണ്. ഇന്ന് ഞാൻ ഈ പുതിയ കരുണയിൽ നടക്കുന്നു. ഈ പുതിയ പ്രത്യാശയിൽ ശ്വസിക്കുന്നു. ഈ പുതിയ ദിവസത്തെ സ്വീകരിക്കുന്നു. ഈ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നില്ല. ഈ പ്രാർത്ഥന നിങ്ങളുടെ ദിവസം മുഴുവൻ തുടരുന്നു. ജോലിക്കിടയിൽ ഒരു നിമിഷം നിശബ്ദമായി പറയൂ, ദൈവമേ, നീ അടുത്തുണ്ട്. യാത്രക്കിടയിൽ പറയൂ, ദൈവമേ, നീ എൻ്റെ മുന്നിലുണ്ട്. രാത്രി കിടക്കുമ്പോൾ പറയൂ, ദൈവമേ, നിൻ്റെ കരുണ ഇന്നും എന്നെ താങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ആശ്വാസം തന്നെങ്കിൽ ഇത് വീണ്ടും കേൾക്കൂ. നാളെ പ്രഭാതത്തിൽ, അടുത്ത ആഴ്ച, ഭാരം തോന്നുന്ന ഏത് ദിവസത്തിലും ഈ വാക്കുകൾ ഇവിടെയുണ്ട്. ഈ പ്രാർത്ഥന ഇവിടെയുണ്ട്. ദൈവം ഇവിടെയുണ്ട്. ഈ പ്രാർത്ഥന ഇഷ്ടമായെങ്കിൽ, മറ്റാരെയെങ്കിലും ഓർമ്മ വന്നെങ്കിൽ ഇത് അവരെയും കേൾപ്പിക്കൂ. ചിലപ്പോൾ ഒരു പ്രാർത്ഥന പങ്കുവയ്ക്കുന്നത് ഒരു ആശ്ലേഷം കൊടുക്കുന്നത് പോലെയാണ്. ഇപ്പോൾ പതുക്കെ ശാന്തമായി ഈ ദിവസം നിങ്ങളുടേതാകട്ടെ. ദൈവത്തിൻ്റെ കരുണ ഇന്ന് പുതിയതാണ്. ഇന്നലത്തെ ഭാരം ഇന്നത്തേതല്ല. ഇന്നലത്തെ കണ്ണീർ ഇന്നത്തേതല്ല. ഇന്ന് പുതുതായി ആരംഭിക്കുന്നു. ദൈവത്തിൻ്റെ കൈപിടിച്ച് നിങ്ങളുടെ പോക്ക് അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ വരവ് അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ വിശ്രമം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ഭക്ഷണം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ഉറക്കം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ കരുണ ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ഈ പ്രഭാതത്തിലും പുതിയതാണ്. നിങ്ങൾക്ക് വേണ്ടി പുതിയതാണ്. സമാധാനത്തോടെ പോകൂ. ദൈവം നിങ്ങളുടെ മുന്നിലുണ്ട്. ദൈവം നിങ്ങളുടെ പിന്നിലുണ്ട്. ദൈവം നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. ദൈവം നിങ്ങളുടെ ഉള്ളിലുമുണ്ട്. ഈ ദിവസം ദൈവത്തിൻ്റേതാണ്. ഈ ദിവസം നിങ്ങളുടേതാണ്. ആമേൻ.